ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നല്ല മഴയുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. മഴയായിട്ട് പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ വയ്യ. ഇങ്ങനെ ആകെ ഭയങ്കര ക്ലൗഡി ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി കുക്കിങ്ങിലേക്ക് കയറാൻ കരുതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയ ചെടികളൊക്കെ കണ്ടിട്ടാണ് ഉച്ചക്കലത്തെ പരിപാടിയിലേക്കൊക്കെ കയറാറ്. അപ്പോൾ എന്തായാലും പരിപ്പും ചീര, ഈ ചീര അറിയാലോ, മൈസൂർ ചീര. ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ചെറിയൊരു വയലറ്റ് പൂവായിട്ട് പൂവാണ്. പൂവുള്ളൊരു തരം ചീരയുണ്ടല്ലോ, ഞങ്ങൾ സാമ്പാർ ചീര എന്നാണ് പറയാറ് കേട്ടോ. പല സ്ഥലങ്ങളിലും മൈസൂർ ചീര, വേറെ ഏതെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം പരിപ്പ് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്തി വെച്ചിരുന്നു കേട്ടോ. അതല്ലെങ്കിൽ ഈ ചീരയും പരിപ്പും കൂടി ഒന്നിച്ചിടുമ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള പരിപ്പാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ച പരിപ്പാണെങ്കിൽ ചീരയും കൂടി ചേർത്ത് ഒന്നിച്ച് വേവിക്കാം. അതുപോലെ പരിപ്പിടുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പരിപ്പിടുക, അതിൻ്റെ മുകളിൽ ചീര, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒരു 2 വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് കേട്ടോ ഈ സാമ്പാർ ചീര. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ്റെ ബാക്കി കട്ട് ചെയ്തതാണ്. ഇത് നമ്മളിങ്ങനെ കഴുകാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കഴുകിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അലുത്ത് പോകും, ചീഞ്ഞ പോലെയായി പോകും. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. തേങ്ങ, ജീരകം, കറിവേപ്പില, സവോള, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെന്താണ് ഒരു ചെറിയ പീസ് വെളുത്തുള്ളി എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടും. തേങ്ങ അരച്ചാലും ഒരു എന്താ പറയുക, കറി നല്ല ഒരു കൊഴുപ്പോട് കൂടി ഇരിക്കാനായിട്ട് അരിപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ട് കേട്ടോ. ഇത് മിൻറ്റ് നമ്മളിതുപോലെ കുറച്ച് വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്ത് അകത്ത് വെച്ചിട്ട് തന്നെ ഉണക്കിയെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് ബിരിയാണി അതെങ്കിലും മിൻറ്റ് ടീയൊക്കെ കുടിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ചിങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, വെച്ച് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, ഇത് നമ്മുടെ ജാതിക്കായ ഈ മഴ സമയത്ത് ഉണക്കാനായിട്ട് വേറെ വഴികളൊന്നുമില്ലല്ലോ. അപ്പോൾ ഉണങ്ങിയത് ഞാനിങ്ങനെ ഒന്ന് നിരത്തിയിട്ടതാണ്. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ നടക്കുന്നത് നമ്മുടെ കൊച്ചടുക്കളയിലാണ് കേട്ടോ. മെയിൻ അടുക്കളയിൽ അങ്ങനെ ഇൻഡക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ അങ്ങനെ കുക്കിംഗ് അധികം ചെയ്യാറില്ല. 2 കിച്ചണിൽ കൂടി ഓടി നടക്കുമ്പോൾ നമുക്കങ്ങനെ പെട്ടെന്ന് ജോലി തീരാത്ത പോലെ തോന്നും, ഒരുപാട് ക്ലീനിങ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ ചെറിയ കിച്ചണിലാണ് എൻ്റെ കുക്കിംഗ് എല്ലാം നടത്താറുള്ളത്. അപ്പോൾ വെന്ത് വന്നിട്ടുള്ള ഈ പരിപ്പിൻ്റെ ചീരയുടെ കൂട്ട് ഞാനൊരു വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് ലൂസി ആയിട്ടുള്ള ഒരു കറിയല്ല കേട്ടോ, കുറച്ചൊരു തിക്നെസ്സിലെടുക്കാം. ബാക്കി നമ്മൾ വരുന്ന അരപ്പ് ഇതിലിപ്പോൾ അധികമില്ല എങ്കിലും ഇങ്ങനെ അരപ്പ് വെള്ളം കഴുകി മിക്സിയുടെ ജാറിൽ ഒഴിച്ചാൽ ചിലപ്പോൾ കറി ലൂസായി പോകും. അപ്പോൾ പിന്നെ വെറുതെ ഇത് കഴുകി കളയാതെ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് എടുത്ത് നമുക്കിതൊരു ഗ്ലാസ്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. കുറച്ച് അരപ്പോട് കൂടിയാണെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ആയാലും നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കറികളിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാം. ഇതിനി കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി ലൂസായി പോവും. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഈ കറി തിളച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, പിരിഞ്ഞൊന്നും പോകില്ല. ഇത്രയും ഒരു തിക്നെസ്സിൽ കറി ഓഫാക്കാം. ഉണക്കമുളക് ഇതുപോലെ കണ്ടോ നന്നായിട്ട്, ഇപ്പോൾ വെയിലില്ല, ഇപ്പോൾ മഴയാണ്, എങ്കിലും വെയിൽ വരുന്ന സമയത്ത് ഉണക്കിയിട്ട് ഇപ്പോൾ കിളിങ്ങണ സൗണ്ട് കേൾക്കണല്ലേ, അതുപോലെ കയ്യിലെടുത്താൽ തന്നെ കണ്ടോ പൊടിഞ്ഞ് വരും. ഇത് അതുപോലെ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. പുറത്ത് സൂക്ഷിക്കരുത്, പുറത്ത് സൂക്ഷിച്ചാൽ തണുത്തു പോകും. ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉണക്കമുളകിൻ്റെ ആ ഒരു പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺ സൗണ്ട് കൊടുത്തത് കൊണ്ട് വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം കറിയിലേക്ക്
കുറച്ച് കടുകും കുറച്ച് നമ്മുടെ അരിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് താളിച്ചൊഴിക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് കറിയാണ് കേട്ടോ. ഇതുപോലെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, മറന്നു പോകരുത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പച്ചച്ചക്ക വേവിച്ച്, നമ്മളിങ്ങനെ എന്താ പറയുക, ഉടച്ച് കറി എന്ന് പറയും ഞങ്ങൾ. പച്ചച്ചക്ക അതിൻ്റെ ചക്കക്കുരുവും കൂടി ചേർത്ത് മഞ്ഞളും ഉപ്പും ഇത്തിരി മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചിട്ട് തേങ്ങ, ജീരകം, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അങ്ങനെ ഒരു കറിയാണ് റെഡിയാക്കിയത്. അതിലേക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പ്, കടുക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വീഡിയോയിൽ വരുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ ഈ ഒരു കറി മിക്കവാറും എല്ലാ വീടുകളിലും ചെയ്യുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക വെച്ചിട്ടുള്ള ഒരു ഉടച്ച കറിയാണ്. ഇതും നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും നമുക്ക് വൈകിട്ടും കട്ടച്ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, വെറുതെ കഴിക്കാൻ പറ്റുന്ന നല്ല കറിയാണ്. ഫിഷ് കറി കൂട്ടി കഴിക്കാം, എന്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടം കൂടി ഒന്ന് വറുത്തെടുക്കാം. പപ്പടം വറുക്കുന്നുണ്ടെങ്കിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ നല്ല കളറോടുകൂടി കിട്ടും. അപ്പോൾ ഇത്രയും ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ. ആകെ മഴയിൽ കുതിർന്നിട്ട് പുറത്തേക്ക് നമുക്ക് ക്ലീനിങ്ങിനാവും, ഒന്നും ഇറങ്ങാൻ പറ്റില്ല. നമുക്കിങ്ങനെ മഴ കണ്ട് അകത്തിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ മഴ മൂലം നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് ഡ്രസ്സ് ഉണങ്ങി കിട്ടില്ല, അല്ലെങ്കിൽ ക്ലീനിങ് നടക്കില്ല എന്നൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ആളുകൾ ഈ ഒരു മഴയിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമ്മൾ എല്ലാ ദിവസങ്ങളിലുള്ള ന്യൂസിൽ നിന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രേ ചെയ്യാം, അത്രയല്ലേ കഴിയുള്ളൂ. അപ്പോൾ നല്ല കാറ്റോടുകൂടി ആണല്ലോ ഈ വർഷത്തെ മഴ വരുന്നത്, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇതുപോലെ സിറ്റ് ഔട്ടിൽ വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആണ്, എല്ലാം അങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇത് കടുമാങ്ങ അച്ചാറിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണിൻ്റെ റെസിപ്പി അതൊക്കെ ആയിരുന്നു. നിങ്ങൾ കണ്ട റെസിപ്പീസൊക്കെ തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഞാൻ വീണ്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ ഓയിലൊക്കെ ചേർന്ന് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം സോപ്പ് വാട്ടർ ഉപയോഗിച്ചും പിന്നെ വീണ്ടും നല്ല വെറ്റായിട്ടുള്ള ക്ലോത്തൊക്കെ വെച്ച് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്തിടാം. അങ്ങനെ കിച്ചണെല്ലാം ക്ലീൻ ചെയ്തു. കറികളെല്ലാം റെഡിയായി. ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി. അപ്പം ഞാൻ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി കുടയൊക്കെ ചൂടിയിട്ട് ഒന്ന് വന്ന് നോക്കുന്നതാണ് കേട്ടോ. കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ പല ചെടികളും ചട്ടികളൊക്കെ ചാഞ്ഞും ചരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കിടന്നാൽ ശരിയാകില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഈ മഴ സീസൺ വരുമ്പോൾ നമ്മളിതുപോലെ ഒട്ടും പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുമ്പോഴേ ചെടികൾക്ക് തന്നെ തോന്നും ആരുമില്ലല്ലോ നോക്കാൻ. എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്ങാണ്. വന്ന് നോക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ എന്നുള്ളൊരു. അപ്പോൾ വെറുതെ ഇതുപോലെ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കുന്ന ചെടികളൊക്കെ ഒന്നങ്ങോട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്കും ഒരു സന്തോഷം. ഈ ചെടികളും പ്ലാന്റ്സിനോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ആ ഒരു തോട്ടമൊക്കെ വരുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് പിന്നെ അങ്ങനത്തെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് റംബൂട്ടാൻ ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാ ദിവസവും അത്രയും തന്നെ അടിച്ചു വാരാനുണ്ടാവും കേട്ടോ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വൈകിട്ടത്തെ ചായ, സമൂസയും കട്ട്ലറ്റും ഇതങ്ങനെ പതിവുള്ളതല്ല എങ്കിലും കുട്ടികളൊക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പം അങ്ങനെ ചായയും കഴിച്ച് ഇതുപോലെ പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് ചായ കഴിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടാറുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ എല്ലാവരും ഓരോ സമയത്തല്ലേ. അപ്പോൾ നമ്മുടെ ജാതിക്കായൊക്കെ ഒരുപാട് വീഴുന്ന സമയമല്ലേ. അപ്പോൾ ഇതൊന്നും ഉണക്കാനായിട്ട് നമുക്കിപ്പോൾ വെയിലത്തൊന്നും വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പെറുക്കി നമ്മൾ എടുക്കുന്നത് ഈ ഒരു സീസണിലാണെങ്കിൽ ഒരുപാട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന പോലെയാണ് ജാതിക്കായ. മഴ സീസണിൽ നല്ല കളറോടുകൂടി ഒരുപാട് കിട്ടുന്നൊരു ടൈമാണ്. അപ്പോൾ ഇതുപോലെ പാനൊന്ന് ചെറിയ അത് നമുക്കിങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള ഫ്രൈ പാനൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നിരത്തി വെച്ചിട്ട് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇടയ്ക്കൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗസ് ഒന്നും വരാതെ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ വൈകിട്ടത്തെ ചായയും കഴിഞ്ഞു. അപ്പോൾ ഇനി രാത്രി ആണല്ലോ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ വേണ്ടത്. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് മീൻ കറി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മാങ്ങ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരിത്തിരി കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എത്ര മീൻകറി ഇങ്ങനെ ഒട്ടും കഴിക്കാത്തവർക്കാണെങ്കിൽ കൂടിയും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ. സവാള, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതിൽ കിടന്ന് ഇതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കുക. ഈ പൊടികൾ ആദ്യം ചേർക്കുന്നത് കൊണ്ട് തന്നെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ചെറിയ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്, എങ്കിലും അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരിത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികൾ കുറച്ച് കുറവായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ സവാള നമ്മൾ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരും. ഒരിത്തിരി ഇഞ്ചി ചതച്ചത് കൂടി, അതല്ലെങ്കിൽ പേസ്റ്റോ എന്തായാലും മതി, വെളുത്തുള്ളി ചേർക്കാറില്ല, അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരും. ഈ ഒരു ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ട് ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ആ ഒരു പച്ചക്കുത്തൊന്നും തോന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് തരം ഫിഷും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇത് പിലോപ്പി എന്ന് പറയുന്ന ഫിഷ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഫിഷ് കറി വെക്കുമ്പോൾ ഒരിത്തിരി പരന്ന ചട്ടിയിലാവുമ്പോൾ ഇതുപോലെ മുകളിലേക്ക് ഇടാതിരിക്കലാണ് നല്ലത്. നിരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഫിഷ് കുക്കാകുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവി കയറി ഫിഷ് കുക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ മാറി വരും. അപ്പോൾ ചൂട് കയറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കുറവുണ്ട്, ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക. മീനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ആക്കി വെക്കാം. എന്നാലേ എല്ലാ ഭാഗത്തും ഒരേപോലെ കുക്കായി വരുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. പിന്നെ ഉച്ചക്കലത്തെ ഭക്ഷണത്തിൻ്റെ പോലെ അത്ര പുളി രാത്രി നമുക്ക് ആവശ്യമില്ലല്ലോ. അതിന് ശേഷം അതൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതുപോലെ തേങ്ങ മാത്രം അരച്ച പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം മാങ്ങയുടെ പീസും ഫിഷും അങ്ങനെ ശരിക്കും അങ്ങോട്ട് കുക്കായിട്ടില്ല. അതിന് മുമ്പായിട്ടാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്തിട്ട് എടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മിക്കവരും ട്രൈ ചെയ്യുന്നുണ്ടാകും, എങ്കിലും ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് റാഗിയുടെ അപ്പം കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏതോ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവാണ് പറഞ്ഞു, ഞാൻ 1-2 ഫിഷ് കറിയുടെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലാരും ഫിഷ് കറി കഴിക്കാറില്ല, പക്ഷെ അതുപോലെ ചെയ്തിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി, വീട്ടിൽ കഴിച്ച് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ സ്വന്തമായിട്ടൊരു റെസിപ്പി ചെയ്തിട്ട് അത് ഷെയർ ചെയ്തിട്ട് അതുപോലെ ട്രൈ ചെയ്തിട്ട് അതിനൊരു കമൻറ്റ് പറയുമ്പോൾ
ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ കുറച്ച് വാട്ടർ മെലനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗിയുടെ അപ്പം ഇതുപോലെ ഓരോന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൂട്ടിങ് ചെയ്യുന്ന സമയത്ത് റാഗി അപ്പം ഞാൻ എപ്പോൾ ചുട്ടാലും പൊട്ടിപ്പോകും. അതുപോലെ തന്നെ ആദ്യത്തേതൊക്കെ പൊട്ടിപ്പോയി, പിന്നെ കുഴപ്പമില്ലാതെ കിട്ടി. അങ്ങനെ റാഗിയുടെ അപ്പം, ഫിഷ് കറി, പിന്നെ പത്തിരി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായി, ഉച്ചക്കലത്തെ കറികളുണ്ട്, എല്ലാം കൂടി ചേർത്തിട്ട് ഇന്നത്തെ ഡിന്നറും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന സമയത്ത് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.